ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗൈനക്കോളജി ഡോക്ടർ പരിഭ്രമിക്കുക. എന്നോട് സംസാരിക്കാൻ നിൽക്കാതെ ഒഴിഞ്ഞു മാറുക. ഞാൻ അറിയരുതെന്ന് കരുതുന്ന എന്തോ ഒന്ന് ആരുടെയൊക്കെയോ മനസ്സിലുണ്ട്. എന്തിനാ അനുവാദമില്ല ഡോക്ടർ മുറിയെ കയറി ചെന്നത്? ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത് എന്റെ മരുമകളുടെ സ്ഥാനത്തല്ലല്ലോ, മകളുടെ സ്ഥാനത്തല്ലേ. പിന്നെ തെറ്റ് കാണിച്ചോ വഴക്ക് പറയും, ചിലപ്പോ ശിക്ഷിക്കുകയും ചെയ്യും. അതൊന്നും സ്നേഹമില്ലാത്തതിന്റെ പേരിലല്ല, സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാ. രാജീവന് യുഎസ് എന്ന് വിളിച്ചപ്പം മോളെ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള കാലം മോളെ ഞങ്ങളോടൊപ്പം അവിടെ നിന്നാ മതി. അതെന്തിനാ? വീണ്ടും ഏതെങ്കിലും ഭ്രാന്താശുപത്രി കൊണ്ടുപോയി ഭ്രാന്തിയാക്കി കിടത്താനാണോ? എന്റെ ശാരദാമ്മേ, ഒരു പനി വന്നാ നമ്മൾ എന്താ ചെയ്യാ? പനിയുടെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കും. രാത്രിയിൽ ബോധമില്ലാതെ പിച്ചും പേയും പറയുന്ന ഒരു പെണ്ണിനെ നമ്മൾ ആരെയാ കാണിക്കുന്നേ? സൈക്കാട്രിസ്റ്റിനെയല്ലേ? അങ്ങേര് ഭ്രാന്തിനും മരുന്ന് കൊടുക്കുന്ന ആളാണെന്ന് ഞങ്ങൾ അറിഞ്ഞോ? ഇത് അറിഞ്ഞു കഴിഞ്ഞ് രാജീവ് ഞങ്ങളെ ഇനി പറയാനൊന്നുമില്ല. അതുകൊണ്ട് എന്റെ മോളെ എടുക്കാനുള്ളതൊക്കെ എടുത്തു. നമുക്കിപ്പൊ തന്നെ ഇവിടെ നിന്ന് പോവാം. സമയമില്ല, പോവാ മോളെ, പെട്ടെന്ന് റെഡിയാവോ. നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ശാരി, നീ ഇവരുടെ കൂടെ പോകുന്നുണ്ടോ? ഞാൻ പോവാം. പക്ഷേ രാജീവേട്ടൻ ആ വീട്ടിലുണ്ടാവണം. അതെന്ത് വർത്തമാനമാ മോളെ നീ പറയുന്നേ? റിസർച്ചിന് വേണ്ടി വിദേശത്തേക്ക് പോയ രാജീവിന് അവിടത്തെ ജോലി മതിയാക്കിയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ? എന്തെങ്കിലും വരുമല്ലോ, അപ്പൊ ഞാൻ വരാം. അത് പറഞ്ഞാ പറ്റില്ല. നിന്നെ ഞങ്ങൾ വല്ലാതെ ദ്രോഹിച്ചു എന്നും പറഞ്ഞ് ആരും അവനെ പറഞ്ഞ് പിരികേറ്റിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനൊരു തീരുമാനം അവൻ എടുക്കത്തില്ല. നിന്നെയും കൊണ്ട് വീട്ടിലേക്ക് പോയില്ലെങ്കിൽ അവൻ ഞങ്ങളെ അവിടെ കിടത്തിപ്പൊറപ്പിക്കില്ല. അവൻ വിളിച്ച് ഞങ്ങളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. പണവും കൃത്യമായിട്ട് അയക്കത്തില്ല. അപ്പൊ അതാണ് കാര്യം. അമ്മയും അമ്മാവനും കൂടി അവനവന്റെ നിലനിൽപ്പ് നോക്കി ഇറങ്ങിയതാണല്ലേ. എന്തായാലും ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ശാരദാമ്മ ഒന്ന് പറ ശാരദാമ്മേ. ഇവളെ നിങ്ങൾ മനോരോഗ ആശുപത്രിയിൽ അടച്ചിടാൻ പോയപ്പോഴേ അവിടുന്ന് രക്ഷിച്ച് അവളെ ഇവിടെ കൊണ്ടുവന്നത് എന്റെ മോള് ശാലിനിയാ. ആ ശാലിനിയോട് ആലോചിക്കാതെ ഞാൻ എങ്ങനെയാ ശാരിക നിങ്ങളോടൊപ്പം പറഞ്ഞു വിടുന്നത്? പിന്നെ ഇവളെ നിങ്ങൾ ഉപദ്രവിച്ചതിന്റെയും കഷ്ടപ്പെടുത്തിയതിന്റെയും കണക്കുകള് ഞാനായിട്ട് എന്തായാലും ചോദിക്കുന്നില്ല. എല്ലാ സങ്കടങ്ങളും പറയുന്ന സർവേശ്വരന്റെ മുന്നിൽ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ചോദിക്കേണ്ട സമയത്ത് അദ്ദേഹം ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചോളും. എനിക്ക് അത്ര ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഒരു തൊട്ടിൽ വരെ ശരിയാക്കാൻ ആശാരിയോട് പറഞ്ഞിട്ടാ ഞാനിവിടെ നിൽക്കുന്നേ. ഞാനിപ്പോ ആശാരിയോട് ഇനി എന്ത് പറയും? എന്തായാലും രാജീവേട്ടൻ ഇല്ലാതെ ഞാൻ അവിടെ നിൽക്കില്ല. പിന്നെ തൊട്ടിലിന്റെ കാര്യം ആദ്യം ഇവിടെ നിന്ന് ഞാൻ സമാധാനത്തോടെ പ്രസവിക്കട്ടെ. എന്നിട്ടല്ലേ കൊച്ചിനെ തൊട്ടിലിട്ട് ആട്ടാൻ പറ്റൂ. അത് നമുക്ക് അപ്പ ആലോചിക്കാം. അപ്പോ നീ ഇപ്പൊ ഞങ്ങളുടെ കൂടെ വരുന്നില്ല? ഇല്ല. എങ്കിലേ നീ ജീവിതകാലം മുഴുവൻ ഇവിടെ നിൽക്കേണ്ടി വരും. കാരണേ നീ അവിടെ വന്ന് നിന്നില്ലെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. അവൻ ഏതെങ്കിലും മദാമ്മയും കെട്ടി അവിടെ അങ്ങ് കൂടും. തന്തയില്ലാത്ത കൊച്ചിനെ കൊണ്ട് നീ ഇവിടെ തന്നെ കഴിയേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. ഞാൻ സഹിച്ചു. ശാരദാമ്മേ, മോളുടെ അഹങ്കാരത്തിന് കൂട്ടുനിന്നിട്ടേ മകൾക്ക് താമസിക്കാൻ ഒരു മുറിയും കൂടി ഒരുക്കി കൊടുക്ക്. ഒരു സപ്രമഞ്ച കട്ടിലുണ്ടെങ്കിലേ അതും മകളങ്ങ് സുഖിക്കട്ടെ. ഇങ്ങോട്ട് വന്ന് നമ്മളെ പറഞ്ഞാ മതിയല്ലോ. അവനിനി വിളിക്കട്ടെ, പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാം. വാ ഏട്ടാ, നമുക്ക് പോവാം. വന്നേ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാൻ. കൈന്ന് വിട്. മോളെ, പോകുന്നവരൊക്കെ അങ്ങ് പോട്ടെ അമ്മ. എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. മോളെ, എന്തൊക്കെ അവര് പറഞ്ഞാലും പ്രവർത്തിച്ചാലും
നീ ജീവിക്കേണ്ടത് ആ വീട്ടിലാ. ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞ് ജീവിക്കേണ്ടതും അവിടെയാ. രാജീവേട്ടനില്ലാതെ എന്നെ ഈ അമ്മയും അമ്മാവനും കൂടി അവിടെ ജീവിക്കാൻ സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? സ്വസ്ഥത തരില്ല, ഭക്ഷണവും തരില്ല. വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞിനെ പോലും എനിക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ഞാൻ അവിടെ ഇല്ലെങ്കിൽ പണം അയക്കില്ലെന്ന് ചിലപ്പോ പറഞ്ഞു കാണും. അതിനായിരിക്കും ഇപ്പൊ ഓടി വന്നിരിക്കുന്നത്. ആദ്യം അവര് ചെയ്ത ക്രൂരതകൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എവിടെ ജീവിക്കണമെന്ന്. തീരുമാനം ആയില്ലെങ്കിലോ? കൊച്ചിനെ പ്രസവിച്ച് ഞാൻ അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കും. എങ്ങനെ? അച്ഛൻ ഉപേക്ഷിച്ചപ്പോ അമ്മ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങനെയാ ജീവിച്ചത്, അതുപോലെ ഈ ശാരികയും ജീവിക്കും, ജീവിച്ച് കാണിക്കും. ഈശ്വര, ചരിത്രം ആവർത്തിക്കുകയാണോ? ഒരിക്കൽ കൂടി അത് കാണാനുള്ള മനക്കെട്ടി ഈ ശാരദയ്ക്കില്ല. എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ശ്യാമ എന്നെ കണ്ടപ്പോ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞുകൊണ്ട് വന്ന സംസാരം മാറ്റുകയും ചെയ്തു. അത് ഞാൻ കേൾക്കാതിരിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പൊ അവരെന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നില്ലേ? ഉറപ്പായും ഉണ്ട്. ഇല്ലെങ്കിൽ ആ ഡോക്ടർ എന്നെ കണ്ട മാത്രയിൽ ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു പോകില്ല. ആ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? എന്നെ ചതിക്കുകയാണല്ലേ? അത് ശരി. ഇത് പറയാനാ ഇത്ര നേരം ഇരുന്ന് ആലോചിച്ച് കൂട്ടിയത്? ഓരോരുത്തരും ചെയ്ത ചതിയുടെ ആഴം ഒന്ന് ഓർത്തെടുക്കുകയായിരുന്നു. എന്തെങ്കിലും കിട്ടിയോ? കിട്ടും. ആ എന്തുവാ? എന്നെ ഒളിപ്പിക്കുന്നില്ലേ ആ രഹസ്യം? എന്റെ ഭാമേ, നീ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ശുദ്ധ മണ്ടത്തരവാ. അല്ലെങ്കിൽ തന്നെ എന്ത് ഒളിപ്പിക്കാനാ? ആരോ എഴുതിയെന്നും പറഞ്ഞ് എവിടുന്നോ ഒരു ലെറ്റർ കിട്ടുക, ഒരാവശ്യമില്ലാതെ ഗൈനക്കോളജി ഡോക്ടർ പരിഭ്രമിക്കുക, എന്നോട് സംസാരിക്കാൻ നിൽക്കാതെ ഒഴിഞ്ഞു മാറുക. ഞാൻ അറിയരുതെന്ന് കരുതുന്ന എന്തോ ഒന്ന് ആരുടെയൊക്കെയോ മനസ്സിലുണ്ട്. ഭാമ എന്തിനാ അനുവാദമില്ലാതെ ഡോക്ടർ മുറിയെ കയറി ചെന്നത്? ദേ അവരണ്ടൊന്നും പറയാഞ്ഞേ. പിന്നെ എനിക്ക് സത്യങ്ങൾ അറിയണ്ടേ? അതാരൊളിപ്പിച്ചു വെച്ചാലും ഞാൻ അറിയും.